എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ആശംസകൾ. മെറി ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ സന്ദേശമായ സ്നേഹവും സന്തോഷവും സമാധാനവും കൊണ്ട് നമ്മുടെ പ്രിയ സാന്ത എല്ലാവരുടെ മനസ്സിലും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ വായിക്കുന്നത് പഴയ പുസ്തകത്തിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ. ക്രിസ്മസ് കഥകളൊന്നുമല്ല. ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ ഗോപിനാഥ് പനങ്ങാടിന്റെ ഹാസ്യം ഗോപിനാഥം എന്ന പുസ്തകത്തിലെ കഥകളാണ്. അടുത്ത കഥ നമുക്ക് വായിക്കാം. കഥയുടെ പേര് മട്ടൻ കറി. എന്താണെന്ന് നോക്കാം നമുക്ക് സംഭവം. കഥ കേൾക്കുമെന്ന് വിചാരിക്കുന്നു. കഥ വായിക്കുന്നത് ഞാൻ മായ. ഓക്കെ, അപ്പൊ കഥയിലേക്ക് കേട്ടോ. ഞാൻ തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി തിരുവനന്തപുരം കാണുന്നത്. അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായി പഠിക്കുകയും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ആർമി ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ബാബുചേട്ടനാണ് എന്നെ അനന്തപുരിയിലേക്ക് കൊണ്ടുപോയത്. എന്റെ റോൾ മോഡലായിരുന്ന തേവരയിലെ വലിയമ്മാവന്റെ ഈ പുത്രൻ നാട്ടിലുള്ളപ്പോൾ കക്ഷിയുടെ വാലായി ഞാൻ എപ്പോഴും കൂടെയുണ്ടാകും. ബാബുചേട്ടൻ എവിടെ പോകുമ്പോഴും എന്നെ ഒപ്പം കൂട്ടും. ആർമി എഞ്ചിനീയറിംഗ് കോറിൽ ചേർന്ന ബാബുചേട്ടൻ കേണലായാണ് പട്ടാളത്തിൽ നിന്ന് വിരമിച്ചത്. ഇനി വിഷയത്തിലേക്ക് വരാം. എഞ്ചിനീയറിംഗ് കോളേജിൽ ബാബുചേട്ടന്റെ ഗസ്റ്റായാണ് ഒരാഴ്ച ഞാൻ താമസിച്ചത്. ഹോസ്റ്റൽ മെസ്സിലെ ഭക്ഷണം രാജകീയമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മട്ടൻ കറിയായിരുന്നു. കൂടുതൽ ദിവസങ്ങളിലും രാവിലെ വെള്ളയപ്പത്തോടൊപ്പം മട്ടൻ കറി, പിന്നെ ഉച്ചയൂണിനൊപ്പം മട്ടൻ കറി. ഒരാഴ്ച അനന്തപുരി മുഴുവൻ ചുറ്റിക്കണ്ട് ഞാൻ മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഹോസ്റ്റലിലെ മെസ്സിലെ ഭക്ഷണത്തെ പറ്റിയും അവിടുത്തെ ആട്ടിറച്ചിക്കറിയുടെ പ്രത്യേക രുചിയെക്കുറിച്ചും അമ്മയോട് ഉപന്യസിച്ചു. ചിക്കൻ ആയിരുന്നു വീട്ടിൽ വല്ലപ്പോഴും വാങ്ങിയിരുന്നത്. പിന്നെ താറാവിറച്ചിയും. ആട്ടിറച്ചി വർഷത്തിലൊരിക്കൽ. ബീഫ് വാങ്ങുകയേ ഇല്ലായിരുന്നു. അമ്മ, ബാബുവിന്റെ ഹോസ്റ്റൽ മെസ്സിലെ പോലെയുള്ള മട്ടൻ കറി ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇനി മട്ടൻ വാങ്ങുമ്പോൾ ഞങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കി തരാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഭീകര പത്രവാർത്ത. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ മട്ടൻ ആണെന്ന വ്യാജേന കഴിഞ്ഞ 1 മാസമായി പട്ടിയിറച്ചി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്രം ആദ്യം വായിച്ചത് ഞാനായിരുന്നു. അതിനുശേഷം ആ വാർത്ത മറ്റാരും വായിക്കാതിരിക്കാൻ കീറിക്കളഞ്ഞു. എങ്ങനെയുണ്ട് മട്ടൻ കറിയുടെ ഒരു കാര്യം? മട്ടൻ കറി എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടി വെട്ടി വിഴിഞ്ഞത് മുഴുവൻ പട്ടിയിറച്ചിയുടെ കറിയായിരുന്നു. അങ്ങനെ ഒരു കഥ. അടുത്ത കഥ പട്ടി മഹസർ. വായിക്കട്ടെ. എ എന്ന ആളുടെ പട്ടി കടിച്ച് മാരകമായി മുറിവേൽപ്പിച്ചു എന്ന് ബി എന്നയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അയൽക്കാരായ 2 പേരും തമ്മിലുണ്ടായ ഒരു കശപിശയുടെ ഭാഗമായിട്ടായിരുന്നു കേസ്. കേസ് അന്വേഷിക്കാൻ തോളിൽ ഒറ്റ നക്ഷത്രമുള്ളയാളെ ഇരട്ട നക്ഷത്രക്കാരൻ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് കുട്ടൻപിള്ളയുടെ, കഥകളിലൊക്കെ പ്രായമായ പോലീസുകാരെ സ്ഥിരം വിളിക്കുന്ന പേരാണ് കുട്ടൻപിള്ള എന്നത്. മരം വെട്ടുകാരെ രാമു എന്ന് വിളിക്കുന്നത് പോലെ. റിപ്പോർട്ട് ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. വാദി രാവിലെ സ്വന്തം വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ പ്രതിയുടെ നായ ഓടിച്ചെന്ന് കടിച്ചു എന്ന വാദിയുടെ പരാതിയിൽ പ്രതിയുടെ വീട്ടിൽ ചെന്ന് നേരിട്ട് അന്വേഷണം നടത്തി. കണ്ടാൽ ആരും ഭയപ്പെടുന്ന ഭീകര രൂപിയായിരുന്നു ആ നായ. ഇത്രയും എഴുതി കഴിഞ്ഞപ്പോൾ എഴുതിയ കടലാസ് മടക്കി വെച്ച് യജമാന് എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ പ്രതിയുടെ ചാരൻ പ്രതിയെ വിളിച്ച് രഹസ്യമായി മുന്നറിയിപ്പ് കൊടുത്തു. കുഴപ്പമാണ്, റിപ്പോർട്ട് ചേട്ടന് പ്രതികൂലമാണ്. ആരെങ്കിലും കൊണ്ട് മുകളിൽ നിന്ന് വിളിച്ചു പറയിച്ചില്ലെങ്കിൽ തട്ട് കിട്ടും. അതനുസരിച്ച് പ്രതി പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാവിനെ ഫോണിൽ ബന്ധപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ മടങ്ങി സ്റ്റേഷനിലെത്തി പട്ടിക്കേസിന്റെ
ബാക്കി ഭാഗം എഴുതാൻ കടലാസ് എടുത്തപ്പോൾ ജില്ലാ നേതാവിന്റെ ഫോൺ വന്നു. അവിടെ ഡോഗ് ബൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരാതിയില്ലേ? ഉണ്ട് സർ. പട്ടിയുടെ ഉടമസ്ഥൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതനുസരിച്ച് പുള്ളിക്ക് കുഴപ്പം വരാത്ത രീതിയിൽ ആ കേസ് ഒന്ന് കൈകാര്യം ചെയ്യണം. ശരി സർ, അങ്ങനെ ചെയ്യാം സർ. നേരത്തെ ഞാൻ SIയെ വിളിച്ചിരുന്നു. അയാൾ വഴങ്ങുന്നില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും പോലും. പുതിയ ജനറേഷൻ SIമാർ മിക്കവരും അനുസരണയില്ലാത്തവർ. പറഞ്ഞാൽ കേൾക്കും, പക്ഷെ കൂട്ടാക്കുകയില്ല. ഇന്നാള് മന്ത്രി പ്രസംഗിക്കുന്നത് കേട്ടു. കേരളത്തിലെ SIമാരിലും പോലീസുകാരിലും കുറെ പേർ ഡോക്ടറേറ്റ് ഉള്ളവരാണെന്ന്. നേതാവിന്റെ ഫോൺ സംഭാഷണം അവസാനിച്ചപ്പോൾ കുട്ടൻപിള്ളെ അദ്ദേഹം അതുവരെ എഴുതി നിർത്തിയ വാചകത്തിനു ശേഷം ഇങ്ങനെ എഴുതി ചേർത്തു: വിശദമായ പരിശോധനയിൽ പട്ടിക്ക് വായിൽ പല്ലുകളില്ല എന്ന് ബോധ്യമായി. പല്ലില്ലാത്ത പട്ടി കടിച്ചു മുറിവേൽപ്പിച്ചു എന്നുള്ള വാദിയുടെ വാദം നിയമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല എന്ന് ബോധിപ്പിച്ചു കൊള്ളുന്നു. പിന്നിൽ നിന്ന് റിപ്പോർട്ടിന്റെ അവസാന ഭാഗം വായിച്ച ചാരൻ ആരാഞ്ഞു: എന്താ ചേട്ടാ, കേസ് വേണ്ടെന്ന് വെച്ചോ? കേരളത്തിന്റെ വനാന്തര ഭാഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് അട്ടകടി കൊള്ളാൻ ഞാനില്ല മോനെ. ഇന്നത്തെ പത്രത്തിൽ വായിച്ചില്ലേ? പ്രതിയായ പട്ടിയുടെ പല്ല് എണ്ണി നോക്കി അതനുസരിച്ച് വേണം കേസ് ചാർജ് ചെയ്യാനെന്ന്. അതുകൊണ്ട് പുതിയ നിയമം വരുന്നതിന് മുമ്പ് പട്ടിക്കേസ് ഞാൻ ക്ലോസ് ചെയ്തു. എങ്ങനെയുണ്ട്? വായിൽ നിറയെ പല്ലുണ്ടായിരുന്ന പട്ടിയുടെ അവസാനം ആ പട്ടിനെ പല്ലില്ലാത്ത പട്ടിയാക്കി. കേസും തള്ളിപ്പോയി. ഓരോരോ കഥകളെ. ഇനി അടുത്ത കഥ നോക്കാം നമുക്ക്. അടുത്ത കഥ വക്കീലായി പോയേനെ. ഇനി അതെന്താ സംഭവിക്കുന്നതെന്ന് നോക്കാട്ടോ നമുക്ക്. തേവര കോളേജിലെ BSc പഠനം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ചേരുന്നതിനുള്ള അത്യാഗ്രഹവുമായി നടന്ന കാലം. അക്കാലത്ത് പ്രീ മെഡിസിൻ എന്ന ഒരു പ്രവേശന പരീക്ഷ ജയിക്കണമായിരുന്നു. ഞാൻ അതിന് എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ ചേർന്നു. മഹാരാജാസ് കോളേജ് എന്ന് കേട്ടാൽ ആർക്കും ഒന്ന് പുളകം കൊള്ളും. പഠിച്ചിറങ്ങിയ ആർക്കും ഒരു വലിയൊരു ഓർമ്മയാണ്, വലിയൊരു അഭിമാനമാണത്. ഞാനും ഒരു മഹാരാജാസ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പൊ ഇനി ബാക്കി കേൾക്കാം. സിലബസ് കട്ടി. സുവോളജിക്കാരനായ എന്നെ കെമിസ്ട്രിയും ഫിസിക്സും വെള്ളം കുടിപ്പിച്ചു. അങ്ങനെ ബുദ്ധി കുറവായ ഞാൻ ആ കോഴ്സ് ജയിച്ചില്ല. അതുകൊണ്ട് ചികിത്സിക്കുന്ന ഡോക്ടറാകാൻ കഴിഞ്ഞില്ല. പേരിന്റെ മുൻപിൽ ഡോക്ടർ എന്നും പേരിന്റെ പിന്നിൽ PhD എന്നും പിടിപ്പിക്കാൻ കഴിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ഗവേഷണ ബിരുദം സമ്പാദിച്ചതിന് ശേഷം മാത്രമായിരുന്നു. അക്കാലത്തെ യുവാക്കളുടെ സ്വപ്ന ലക്ഷ്യം മെഡിക്കൽ കോളേജുകളോ എഞ്ചിനീയറിംഗ് കോളേജുകളോ ആയിരുന്നു. ലോ കോളേജുകളോട് മിക്കവർക്കും താല്പര്യമില്ലാതിരുന്നതിനാൽ അവിടെ പഠിക്കാൻ ആൾക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ സ്ഥിതി മാറി. വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം പല യുവ നേതാക്കളും നിയമബിരുദത്തിന്റെ പിൻബലത്തിലാണ് പിന്നീട് പൊതുജന സേവനം നടത്താൻ യോഗ്യത നേടുന്നത്. ഭാര്യ ബാങ്ക് ഉദ്യോഗസ്ഥയായാൽ പരമസുഖം. വക്കീൽമാർ 2 വിഭാഗങ്ങളിലുണ്ടെന്നാണ് എൻ്റെ ഒരു വക്കീൽ സുഹൃത്ത് പറയുന്നത്. കോർട്ടും കേസുമുള്ള വക്കീലും കോർട്ട് മാത്രമുള്ള വക്കീലും. ഞങ്ങളുടെ പനങ്ങാട് ഗ്രാമം ഇപ്പോൾ കൊച്ചി നഗരത്തിന്റെ ഭാഗമായെങ്കിലും അന്ന് പാലമോ റോഡോ ഇല്ലാതിരുന്നതിനാൽ ബോട്ടുകളിലായിരുന്നു ഞങ്ങൾ എറണാകുളത്ത് എത്തിയിരുന്നത്. ഇപ്പോൾ കുട്ടികളുടെ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വലിയ ഒരു കുളമായിരുന്നു. അരുക്കുറ്റിയിൽ നിന്ന് പനങ്ങാട് വഴി വന്നിരുന്ന അംബിക, ഏലിയാസ്, കൊച്ചിൻ, ജോൺ മത്തായി, ചാമ്പച്ചൻ, ഓമനകുമാരി തുടങ്ങിയ ലൈൻ ബോട്ടുകൾ ഈ കുളത്തിൽ വന്നടുക്കുകയും അതിലെ യാത്രികർ ഓഫീസുകളിലേക്കും വിദ്യാലയങ്ങളിലേക്കും പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്ന ബ്രോഡ്വേയിലേക്കും കുട്ടയിൽ നിന്ന് ചൊരിഞ്ഞ നെല്ലിക്ക പോലെ നീങ്ങുകയുമായിരുന്നു പതിവ്. ഞാൻ ഈ പേരൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞാല് ആളുകളുടെ പേരാന്നാ വിചാരിച്ചേട്ടോ. പിന്നെയാണ് മനസ്സിലായത് ലൈൻ ബോട്ടുകളാണെന്ന്. ഓക്കെ, തുടരാം. തിരക്കില്ലാത്ത റോഡിൽ അംബാസഡർ, ഫിയറ്റ് തുടങ്ങിയവയാണ് കാറുകൾ. ജഡ്ജി VR കൃഷ്ണയ്യർക്ക് മാത്രമാണ് മുന്തിയ ഒരു വിദേശക്കാർ ഉണ്ടായിരുന്നത്. കോടതിയിലേക്ക് അദ്ദേഹം പോകുന്നത് മുൻ സീറ്റിൽ ഇരുന്നാണ്. നിറപ്പകിട്ടേറിയ തലപ്പാവും അംഗവസ്ത്രവും ഉണ്ടായിരുന്ന ശിപായി പിൻ സീറ്റിലും ഇരിക്കും. അതുകൊണ്ട് വഴിയാത്രക്കാർ പലരും
ജഡ്ജിയാണെന്ന് വിചാരിച്ച് വന്ദിച്ചിരുന്നത് ശിപായിയെ ആയിരുന്നു. അതവിടെ നിൽക്കട്ടെ, ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഞാനും എന്റെ സ്നേഹിതനും കുളത്തിൽ ബോട്ടിറങ്ങി വടക്കോട്ട് നടക്കുമ്പോൾ റോഡിനപ്പുറത്തെ ലോ കോളേജ് ഗേറ്റിൽ നിന്ന് ഒരു കയ്യടി. ഞങ്ങൾ ചെന്നു. ലോ കോളേജ് പ്രിൻസിപ്പൽ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ പ്രീ മെഡിസിന് പഠിക്കുകയാണ്. ഇവൻ ഒന്നിനും ചേർന്നിട്ടില്ല. അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച് കൂട്ടുകാരനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നിട്ട് കൂട്ടുകാരനോട് ഒരു സ്നേഹാന്വേഷണം. താൻ നാരായണൻകുട്ടി മേനോന്റെ മകനല്ലേ? അല്ല സർ, അച്ഛന്റെ പേര് കൃഷ്ണൻകുട്ടി മേനോൻ എന്നാണ്. അച്ഛന് സുഖം തന്നെയല്ലേ? അച്ഛൻ മരിച്ചിട്ട് 10 കൊല്ലമായി. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. തനിക്കിവിടെ ലോ കോളേജിൽ ചേർന്നൂടെ? സ്നേഹിതൻ മൗനം. എടോ, താൻ പൽക്കിവാല എന്ന് കേട്ടിട്ടുണ്ടോ? സന്തൂർ വാല എന്നും കേട്ടിട്ടുണ്ടോ? ഇവരെല്ലാം സുപ്രീം കോടതിയിലെ പ്രാക്ടീസിംഗ് ലോയേഴ്സ് ആണ്. അവർ കോടതിയിലെത്തി ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞ് കൊട്ടുവടി കൊണ്ട് മേശപ്പുറത്തോരോ മുട്ടുമുട്ടിയാൽ ലക്ഷങ്ങളാണ് ഫീസ്. സ്നേഹിതന് സംശയം. സാറേ, ജഡ്ജി അല്ലേ കൊട്ടുവടി കൊണ്ട് മുട്ടുന്നത്, അല്ലാതെ വക്കീലല്ലോ? പ്രിൻസിപ്പൽ. കോടതി നടക്കാത്തപ്പോൾ പ്യൂണിന് വരെ മുട്ടാം. തന്റെ ലക്ഷ്യത്തിൽ നിന്ന് സ്നേഹിതൻ വഴുതി മാറുന്നത് കണ്ട് അദ്ദേഹം സൗമ്യനായി പറഞ്ഞു. താൻ ഒരു കാര്യം ചെയ്യൂ, നാളെ വാ, നമുക്കിവിടെ ചേരാം. തന്റെ ഈ കൂട്ടുകാരനെ ഡോക്ടർ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നല്ല 1-ാം തരം പവന്മാർക്ക് വക്കീലാക്കി തരാം. സ്നേഹിതൻ പിന്നീട് പ്രിൻസിപ്പലിന് പിടികൊടുത്തില്ല. വഴി മാറി നടന്നു. ബോട്ട് ഇറങ്ങിയാൽ നേരെ കിഴക്കോട്ട് കാനൻ ഷെഡ് റോഡിലേക്ക് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് സെന്റ് തെരേസാസ് കോളേജിന്റെ തെക്കേ റോഡിലൂടെ നടന്നായി പിന്നീടുള്ള ബ്രോഡ്വേ റോഡിലേക്കുള്ള പ്രയാണം. ഒരു ദിവസം എന്നെ കണ്ട് പ്രിൻസിപ്പൽ ചോദിച്ചു, തന്റെ കൂട്ടുകാരനെവിടെ? കാണാനില്ലല്ലോ. പണ്ടൊക്കെ ഓടിച്ചിട്ട് പിടിച്ചാണ് ലോ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തിരുന്നത് എന്ന് ഈ കഥയിലൂടെ മനസ്സിലാകുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് ആ വഴിക്ക് നീങ്ങുന്നുണ്ട്. ഒരുപാട് വക്കീലന്മാർ പഠിച്ചിറങ്ങുന്നുണ്ട്. നിയമങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നല്ല നല്ല വക്കീലന്മാർ ഉടലെടുക്കട്ടെ, ജസ്റ്റിസുമാർ ഉണ്ടാവട്ടെ, ലോകം മുഴുവൻ നന്മകൾ നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ കഥ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.